ഇന്ന് പണിമുടക്കിൻ്റെ ദിവസമല്ലേ? എന്നാൽ പിന്നെ പണിമുടക്കിനെ പറ്റി ഒന്ന് ചിന്തിച്ചേക്കാം. കാനഡയിലുള്ള വാട്ട് ഹൺലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ദൈവം പണിമുടക്കിയാൽ എന്താകുമെന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്: ഇറ്റ്സ് ജസ്റ്റ് എ ഗുഡ് തിങ് ഗോഡ് അബവ് ഹാസ് നെവർ ഗോൺ ഓൺ സ്ട്രൈക്ക്. ദൈവം പണിമുടക്കിയിട്ടില്ല. ദൈവം പണി മുടക്കിയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹം അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. താൻ സൂര്യനോട് പറയുകയാണ്, ഇനി ഭൂമിക്ക് താപം നൽകരുത്, ഇനി ഭൂമിക്ക് ചൂട് നൽകരുത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് താൻ മുമ്പോട്ട് വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ചന്ദ്രനോട് പറയുക, ഭൂമിക്ക് ഇനിയും വെളിച്ചം നൽകരുത്, ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെയുള്ള സമുദ്രങ്ങളോട് പറയുകയാണ്, ഇത് മുഴുവൻ വരണ്ടു പോവുക, വറ്റിപ്പോവുക. മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? തീർന്നിട്ടില്ല. മനുഷ്യൻ ശ്വസിക്കുന്ന ശുദ്ധവായുവ്, അവന് സ്വതന്ത്രമായി കിട്ടുന്ന, സൗജന്യമായി കിട്ടുന്ന ഈ വായുവ്, ഇത് ഇല്ലാതെയാകട്ടെ. മനുഷ്യജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ദൈവം പണി മുടക്കിയിട്ടില്ല. ഇതിനെ നിർത്തൽ ചെയ്യുക മാത്രമല്ല, മറിച്ച് മനുഷ്യന് ആവശ്യമുള്ളതൊക്കെയും ഓരോ കാലഘട്ടത്തും അതത് സമയത്തും ദൈവം നൽകിയിട്ടുണ്ട്. അവൻ്റെ ഉള്ളിൽ ഭീതിയും ഭയവും നിറയുമ്പോൾ ദൈവകൃപ അവനെ ശക്തീകരിച്ചിട്ടുണ്ട്. അവൻ്റെ മനസ്സിൽ ധൈര്യം നൽകിയിട്ടുണ്ട്. അവൻ്റെ ഉള്ളിൽ പ്രത്യാശ നൽകിയിട്ടുണ്ട്. അവന് ഏറ്റവും മുമ്പിലേക്ക് നോക്കി ധൈര്യത്തോടെ കാര്യങ്ങളെ കാണുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. ആരൊക്കെ മാറിയാലും, ആരൊക്കെ തന്നെ വിട്ടുപോയാലും, ഏകനായി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നാലും അവിടെ തന്നോടുകൂടെ ദൈവമുണ്ട്. മനുഷ്യൻ പണിമുടക്കുന്നത് അവന് നല്ല കരാറുകൾക്ക് വേണ്ടിയാ. ഈ പണിമുടക്ക് ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടിയാ. മനുഷ്യൻ ഇതുപോലെ പണിമുടക്കാറുണ്ട്. പക്ഷേ ദൈവം നമ്മോട് ചെയ്ത ദൈവത്തിൻ്റെ ഉടമ്പടികൾ ഒരിക്കലും മാറ്റം വരത്തില്ല. ഒരുപക്ഷെ സമരം തീരുവാൻ ഉടമ്പടികൾ പ്രഖ്യാപിക്കപ്പെടും. കാലങ്ങൾ കഴിയുമ്പം ഇതൊന്നും നടപ്പാകണമെന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത, പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിയാലും അവിടുത്തെ ദയ നമ്മെ വിട്ട് മാറത്തില്ല. ഉറപ്പായി വിശ്വസിക്ക്, ദൈവം പണിമുടക്കില്ല. ദൈവം പണി തരില്ല. പണി തരുന്നവരും പണി മുടക്കുന്നവരും സഹായങ്ങളെ കട്ട് ചെയ്യുന്നവരും ഒക്കെ നമ്മുടെ കൂടെ കാണും. പക്ഷെ ഉറപ്പാണ്, ദൈവം പണിമുടക്കില്ല. ദൈവം പണി തരില്ല. കർത്താവ് കൂടെ നിൽക്കും. നമ്മെ ചിലത് പഠിപ്പിക്കും ദൈവം, ചിലത് നമ്മളെ മനസ്സിലാക്കി തരും, ചിലടത്ത് ദൈവം നമ്മെ തിരുത്തും. പക്ഷേ അത് നമ്മുടെ നല്ലതിനു വേണ്ടിയാ. ദൈവം കുറേയും കൂടെ നമ്മെ ഷേപ്പ് ചെയ്ത്, മോൾഡ് ചെയ്ത് ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് നമ്മെ ഉപയോഗിക്കും. ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു, ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു. ഏത് സമയത്തും എൻ്റെ കൈ പിടിക്കുന്ന ദൈവം. ഈ പണിമുടക്കിൽ പണിമുടക്കാത്ത ദൈവത്തെ ഒന്ന് ആഴത്തിൽ അനുഭവിച്ചറിയാം. അതിന് ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ മനുഷ്യൻ പണിമുടക്കിയത് കൊണ്ടോ വല്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ജീവിതത്തിൻ്റെ കഠിനകരമായ സാഹചര്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചു സന്ദേശത്തിലൂടെ അവരുടെ മനസ്സിൽ ഉറപ്പ്, ധൈര്യം, പ്രത്യാശ, ദൈവകൃപയുടെ നൽവരങ്ങൾ ലഭിക്കപ്പെടട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഈ സമയം തന്നെ ദൈവകൃപയെ അനുഭവിക്കാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.